സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാവുകയാണെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ചർച്ചയിൽ മൂന്നാം കക്ഷി ഇടപെടില്ലെന്നും ജയശങ്കർ ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം കണ്ടുവെന്നും ജയശങ്കർ പറഞ്ഞു. ഈ സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇന്നലെയാണ് പാകിസ്ഥാൻ കത്തയച്ചത് കരാർ മരവിപ്പിച്ചത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട്. ഇപ്പോൾ ഇന്ത്യയുടെ മറുപടി വന്നിരിക്കുന്നു. വളരെ കൃത്യമായി, അസന്നിഗ്ധമായി ഇനി ചർച്ച തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും എന്ന് ആ നിലപാടിൽ ഉറയ്ക്കുകയാണ് ഇന്ത്യ. ശക്തമായി തന്നെ വിദേശകാര്യമന്ത്രിയും ആ നിലപാടെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതാണ്, ആ വാക്കുകൾ തന്നെയാണ് എസ് ജയശങ്കറും ആവർത്തിക്കുന്നത്. സിന്ധു നദീജല കരാറിൽ ഇനി ഒരു പുനഃപരിശോധനയില്ല. ടെററിസം, തീവ്രവാദം അവസാനിക്കുന്നതുവരെ, പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കുന്നതുവരെ ഇനി ഇക്കാര്യത്തിൽ പുനഃപരിശോധനയില്ല എന്നതാണ് വിദേശകാര്യമന്ത്രി കൂടി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഒരു മൂന്നാം കക്ഷി ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ആവർത്തിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ജയശങ്കറിൻ്റെതായിട്ട് വരുന്നുണ്ട്. അതായത് ചൈനീസ് സാറ്റലൈറ്റുകൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന സൈനിക നീക്കത്തിൽ ചൈനീസ് സാറ്റലൈറ്റുകൾ പാകിസ്ഥാന് സഹായം ചെയ്തു എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ഒന്നുകൂടി പറയുകയാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ അത് റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇന്നലെ കത്തയച്ചിരുന്നു രാജ്യത്തിന് ഔദ്യോഗികമായി. ഇതിനുള്ള മറുപടി എന്നോണമാണ്, പാകിസ്ഥാനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ജയശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കില്ല. ഇതിൽ പുനഃപരിശോധന വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. കാരണം യുദ്ധമുണ്ടായത് മറ്റൊരു സാഹചര്യത്തിൽ, പക്ഷേ അതിൻ്റെ പേരിൽ ജലം തടഞ്ഞു വെക്കുന്ന രീതി ശരിയല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിന്ന് മുന്നോട്ട് പോവാൻ അത് കരാർ ഇന്ത്യ തീരുമാനം പുനഃപരിശോധിക്കണമെന്നതായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. പക്ഷേ ഇന്ത്യ ആവർത്തിക്കുന്നു, ഇക്കാര്യത്തിൽ പുനഃപരിശോധനയില്ല. തീവ്രവാദം എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ സിന്ധു നദീജല കരാറിൽ പുനഃപരിശോധന ഉണ്ടാകൂ എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. സൈത്ത്, ഒപ്പം ഈ നമ്മുടെ ചർച്ച, ഈ മൂന്നാം കക്ഷി ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു എന്നൊക്കെയുള്ള അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും വീണ്ടും നിഷേധിക്കുകയാണ്. ഒപ്പം ചർച്ച തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും എന്നുകൂടി ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രിയും രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇനിയും പാകിസ്ഥാനുമായി മറ്റൊരു ചർച്ചയില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യം നമ്മൾ കണ്ടു. ഇത്തരത്തിൽ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതിപ്പോൾ ലോകരാജ്യങ്ങൾ ആരിടപെട്ടാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയല്ലേ വിദേശകാര്യമന്ത്രി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെയാണ് വിദേശകാര്യമന്ത്രിയും നിലപാടെടുക്കുന്നത്. ഇക്കാര്യത്തിൽ പുനഃപരിശോധനയില്ല. ഏറ്റവും പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ ഈ കാര്യങ്ങളിൽ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനുള്ള മറുപടി എന്നോണം കൂടിയാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. സിന്ധു നദീജല കരാറിൽ പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാൻ പല വിദേശ രാജ്യങ്ങളുടെയും സഹായം തേടുന്നുണ്ട്. ഉദാഹരണമായി അസർബൈജാൻ, ഒപ്പം തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ പാകിസ്ഥാന് പിന്തുണ നൽകി വരുന്നവരാണ്. മറ്റു രാജ്യങ്ങളുടെയും പിന്തുണ തേടിക്കൊണ്ട് ഇതിനുശേഷമുള്ള സാഹചര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരും മന്ത്രിമാരും വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു പുനഃപരിശോധനയില്ല. തീവ്രവാദം എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പുനഃപരിശോധനയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി ചർച്ച തീവ്രവാദം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. മറ്റൊരു നയതന്ത്ര ബന്ധത്തിനും പാകിസ്ഥാനുമായി ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്ന കാര്യം, ഇന്ത്യ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാറിനപ്പുറമുള്ള മറ്റു ചില ഇടപെടലുകളും വേണ്ടെന്ന് വെച്ചിരുന്നു. പ്രത്യേകിച്ച് വ്യാപാര ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. അതിലും ഒരു പുനഃപരിശോധന ഉണ്ടാവില്ല എന്ന സൂചന കൂടിയായി വേണം വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളെ കാണാൻ. തീർച്ചയായും വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped.